ദേശീയപാത 66 വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉടലെടുത്തിരിക്കുന്ന വിവാദങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഇരട്ടത്താപ്പും കുടുംബവാഴ്ച താൽപര്യങ്ങളും പൂർണ്ണമായി തുറന്നു കാട്ടുന്ന ഒന്നായി മാറുകയാണ്. ഭാരതത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വിപ്ലവാത്മകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഈ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിനെ പ്രത്യേകമായി ക്ഷണിച്ചില്ലെന്ന പേരിൽ ചടങ്ങ് ബഹിഷ്കരിക്കാനുള്ള CPM തീരുമാനം വികസന വിരുദ്ധവും അങ്ങേയറ്റം അപക്വവുമാണ്. ഒരു നാടിന്റെ പുരോഗതിയേക്കാൾ വലുത് മുഖ്യമന്ത്രിയുടെ കുടുംബാംഗത്തിന്റെ വ്യക്തിപരമായ അഭിമാനമാണെന്ന് വരുത്തി തീർക്കാനാണ് ഇവിടെ ശ്രമം നടക്കുന്നത്. BJP നേതാക്കളായ രാജീവ് ചന്ദ്രശേഖറും S സുരേഷും ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണങ്ങൾ കേരളത്തിലെ പിണറായി സർക്കാരിന്റെ കുടുംബ രാഷ്ട്രീയത്തിന് ഏറ്റ കനത്ത പ്രഹരം കൂടിയാണ്. പ്രോട്ടോകോൾ സംബന്ധിച്ച് വസ്തുതകൾ പരിശോധിച്ചാൽ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക പ്രതിനിധിയായി മുഖ്യമന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. ഒരു ഔദ്യോഗിക ചടങ്ങിൽ സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കാൻ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ഓരോ അംഗങ്ങളെയും വ്യക്തിപരമായി ക്ഷണിക്കേണ്ട ബാധ്യത കേന്ദ്ര സർക്കാരിനില്ല. മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന ലേബലിൽ റിയാസിന് പ്രത്യേക പരിഗണന നൽകണമെന്ന വാശി ജനാധിപത്യത്തിന് ഒട്ടും ഭൂഷണമല്ല. ചടങ്ങിൽ പങ്കെടുക്കേണ്ട മന്ത്രിമാരെ നിശ്ചയിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. മുഹമ്മദ് റിയാസിനെ പങ്കെടുപ്പിക്കണമെന്ന് അത്രയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നുവെങ്കിൽ അത് മുൻകൂട്ടി അറിയിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുമായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാണിച്ചതുപോലെ മരുമകന്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന് തോന്നിയിരുന്നെങ്കിൽ 7 ദിവസം മുൻപേ അത് അറിയിക്കാമായിരുന്നുവെന്ന പരിഹാസം കേരളത്തിലെ കുടുംബ പീഡന രാഷ്ട്രീയത്തിന് ലഭിച്ച അർഹമായ മറുപടി കൂടിയാണ്. വിവാദങ്ങൾ സൃഷ്ടിച്ച് കേന്ദ്ര പദ്ധതികളുടെ ശോഭ കെടുത്താനാണ് സംസ്ഥാന സർക്കാർ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുന്ന വികസന പദ്ധതികൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് കേന്ദ്രത്തിന് ലഭിക്കുമെന്ന ഭയം CPMനെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വികസന ചർച്ചകളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ ഇത്തരം തരംതാണ വിവാദങ്ങൾ അവർ ബോധപൂർവം ഉയർത്തിക്കൊണ്ടുവരുന്നു. പ്രോട്ടോകോൾ നിശ്ചയിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. അവിടെ പ്രാദേശിക രാഷ്ട്രീയത്തിനോ കുടുംബ ബന്ധങ്ങൾക്കോ സ്ഥാനമില്ല. മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നതിലൂടെ ഒരു സംസ്ഥാനത്തിന് നൽകേണ്ട എല്ലാ ബഹുമാനവും കേന്ദ്ര സർക്കാർ നൽകി കഴിഞ്ഞു. എന്നിട്ടും സ്വന്തം കുടുംബാംഗത്തിന് വേദിയിൽ കസേര കിട്ടിയില്ലെന്ന പേരിൽ ചടങ്ങ് ബഹിഷ്കരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. S സുരേഷിന്റെ വിമർശനങ്ങൾ സർക്കാരിലെ കുടുംബവാഴ്ചയെ കൃത്യമായി ലക്ഷ്യം വെക്കുന്നത് കൂടിയാണ്. ഇത് മുഖ്യമന്ത്രിയുടെ വീട്ടുവിശേഷമോ കുടുംബ ചടങ്ങോ അല്ലെന്നും മറിച്ച് രാജ്യത്തിന്റെ പൊതുസ്വത്തായ ദേശീയപാതയുടെ സമർപ്പണമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചത് പ്രസക്തം തന്നെയാണ്. റിയാസിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് സ്വന്തം അമ്മായപ്പനോട് പറയട്ടെ, അതായത് മുഖ്യമന്ത്രിയോട് പറയട്ടെ എന്ന പരാമർശം ജനങ്ങളുടെ ഉള്ളിരിപ്പ് കൂടിയാണ് വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടും അദ്ദേഹം വിട്ടുനിൽക്കുന്നത് കേരളത്തിന്റെ വികസനത്തോടുള്ള നിഷേധാത്മക നിലപാടായി മാത്രമേ കാണാൻ കഴിയൂ. റിയാസ് ഇല്ലാതെ വേദിയിൽ കയറില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാശി കേരളം ഭരിക്കുന്നത് ഒരു വ്യക്തിയല്ല, മറിച്ച് ഒരു കുടുംബമാണെന്ന തോന്നൽ ജനങ്ങളിൽ ജനിപ്പിക്കുന്നു. മുഖ്യമന്ത്രിയേക്കാൾ വലിയ ആളാണ് റിയാസ് എന്ന് സർക്കാർ കരുതുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുടുംബപരമായ പ്രശ്നമാണ്, അല്ലാതെ നാടിന്റെ പ്രശ്നമല്ല. വിവാദങ്ങൾക്കിടെ മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടന ചടങ്ങിന് സമാന്തരമായി ദേശീയപാതയിലൂടെ യാത്ര സംഘടിപ്പിച്ചത് തികഞ്ഞ അഹങ്കാരമായും അധികാര ദുർവിനിയോഗമായി മാത്രമേ കാണാൻ കഴിയൂ. ഔദ്യോഗിക ചടങ്ങിനെ വെല്ലുവിളിക്കാനും കേന്ദ്ര പദ്ധതികളിലെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനുമുള്ള കുൽസിതമായ ശ്രമമാണ് ഇതിലൂടെ പുറത്തു വന്നത്. പ്രധാനമന്ത്രി ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിന് സമാന്തരമായി റോഡിലിറങ്ങുന്നത് ഭരണഘടനാപരമായ മര്യാദകളുടെ ലംഘനം കൂടിയാണ്. സംസ്ഥാനത്തെ വികസന മുരടിപ്പിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ റിയാസ് നടത്തുന്ന ഇത്തരം നാടകങ്ങൾ ജനങ്ങളും തിരിച്ചറിയുന്നുണ്ട്. സ്വന്തം വകുപ്പിലെ പരാജയങ്ങൾ മറച്ചുവെക്കാൻ കേന്ദ്ര പദ്ധതികളിൽ അവകാശവാദം ഉന്നയിക്കുന്ന മന്ത്രിയുടെ നടപടി പരിഹാസ്യപൂർണ്ണമാണ്. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ കഴിയാത്ത മന്ത്രിയാണ് കേന്ദ്രം പണിത ലോകോത്തര നിലവാരമുള്ള പാതയിലൂടെ യാത്ര ചെയ്ത് ഷോ കാണിക്കുന്നത്. പൊതുമരാമത്ത് മന്ത്രി എന്ന നിലയിൽ റിയാസിന് അർഹമായ പരിഗണന ലഭിച്ചില്ലെന്ന സർക്കാരിന്റെ വാദങ്ങൾ വെറും പുകമറ മാത്രമാണ്. മുഖ്യമന്ത്രിയെ ക്ഷണിച്ചതിലൂടെ സർക്കാരിനെ ആദരിച്ചു കഴിഞ്ഞിരിക്കുന്നു. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ കുടുംബവാഴ്ചയും അഴിമതിയും ചർച്ചയാകുമെന്ന് ഭയന്നാണ് ഇടതുപക്ഷം ഇത്തരം വിവാദങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നതും. വികസന പദ്ധതികൾ ബഹിഷ്കരിക്കുകയും അതുപോലെ സമാന്തര യാത്രകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഇത്തരം ജനവിരുദ്ധ സർക്കാരിനെ കേരളത്തിലെ വോട്ടർമാർ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബഹിഷ്കരിക്കുമെന്നത് ഉറപ്പാണ്. വികസനത്തിന് രാഷ്ട്രീയം തടസ്സമാകരുതെന്ന വലിയ തത്വം ഇവിടെ വിസ്മരിക്കപ്പെടുകയാണ്. ഈ പ്രസ്താവനകളിലൂടെ കേരളത്തിലെ ഭരണ നേതൃത്വത്തിലെ കുടുംബ ബന്ധങ്ങളെയും CPMന്റെ ഇടുങ്ങിയ രാഷ്ട്രീയ ചിന്താഗതിയും തുറന്നു കാട്ടുകയാണ് BJP ചെയ്തത്. വികസനവും പ്രോട്ടോകോളും ചർച്ചയാകേണ്ട സ്ഥാനത്ത് സ്വന്തം കുടുംബാംഗങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് കേരളത്തിന് തന്നെ നാണക്കേടാണ്. കേന്ദ്ര സർക്കാർ നൽകുന്ന വികസന ഫണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡുകളിൽ പോലും രാഷ്ട്രീയം കലർത്തുന്നത് വികസന വിരോധമാണ്.
ചുരുക്കത്തിൽ മുഹമ്മദ് റിയാസിനെ മുൻനിർത്തി CPM നടത്തുന്ന ഈ നാടകം കേരളത്തിലെ ജനങ്ങളോടുള്ള പരിഹാസമാണ്. വികസനത്തിന്റെ പാതയിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ വെറും വിവാദങ്ങൾ മാത്രം കൈമുതലായുള്ള ഒരു സർക്കാരായി പിണറായി സർക്കാർ അധപ്പതിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറേണ്ട ഒരു നിമിഷത്തെ ഇത്തരത്തിൽ മലീമസമാക്കിയത് സർക്കാരിന്റെ ഇടുങ്ങിയ മനോഭാവമാണ്. കേന്ദ്ര പദ്ധതികളെ കേരളത്തിൻ്റെതാക്കി ചിത്രീകരിക്കാനും സാധിക്കാത്ത പക്ഷം അവയെ തടസ്സപ്പെടുത്താനും ശ്രമിക്കുന്നത് ജനങ്ങളോടുള്ള വഞ്ചനയാണ്. മുഹമ്മദ് റിയാസിനെ പോലെയുള്ള ഒരു ജൂനിയർ മന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രി തന്റെ പദവിയുടെ അന്തസ്സ് കളഞ്ഞു കുളിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം. കുടുംബ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം കേരളത്തിലെ ഭരണ സംവിധാനത്തെ എങ്ങനെയെല്ലാം ബാധിക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ഈ സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് മികച്ച റോഡുകളും വികസനവുമാണ്, അല്ലാതെ ആരുടെ മരുമകനാണ് എന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളല്ല. ഈ വിവാദങ്ങളിലൂടെ ഇടതുപക്ഷം തങ്ങളുടെ വികസന വിരുദ്ധമുഖം ഒരിക്കൽ കൂടി പ്രകടമാക്കിയിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ കാണുന്നത് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ സ്വന്തം പേരിൽ മാറ്റാൻ ശ്രമിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരിനെയാണ്. ഒരു പദ്ധതിയുടെ പണി പൂർത്തിയാകുമ്പോൾ അതിന്റെ നന്ദി കേന്ദ്രത്തോടും പ്രധാനമന്ത്രിയോടും പറയുന്നതിന് പകരം ചടങ്ങുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് കേരളത്തെ ഒറ്റപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സംസ്ഥാനത്തെ യുവാക്കൾ തൊഴിലില്ലാതെ വലയുമ്പോഴും കുടുംബ ബന്ധങ്ങളുടെ പേരിൽ ഭരണ സംവിധാനത്തെ അനാവശ്യ തർക്കങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നതും ദൗർഭാഗ്യകരമാണ്. മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന പദവിക്ക് മുകളിൽ ഒരു ജനാധിപത്യ സർക്കാരിന്റെ മന്ത്രി എന്ന പദവിക്ക് റിയാസ് വില കൽപ്പിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ തെളിയിക്കുന്നത്. ദേശീയപാത വികസനം കേരളത്തിന്റെ സ്വപ്നമാണ്. അത് യാഥാർത്ഥ്യമാക്കാൻ പ്രയത്നിച്ച ഉദ്യോഗസ്ഥരെയും തൊഴിലാളികളെയും കേന്ദ്ര സർക്കാരിനെയും അഭിനന്ദിക്കേണ്ടതിന് പകരം സ്വന്തം ഈഗോ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന മന്ത്രി റിയാസും മുഖ്യമന്ത്രിയും കാലഹരണപ്പെട്ട രാഷ്ട്രീയ ചിന്താഗതിയുടെ വക്താക്കളാണ്. വരാനിരിക്കുന്ന നാളുകളിൽ ഇതിനുള്ള മറുപടി കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ നൽകുക തന്നെ ചെയ്യും. കേന്ദ്രത്തിന്റെ വികസന കുതിപ്പിന് തടയിടാൻ നോക്കുന്നവർ സ്വയം തകരുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു മന്ത്രിയുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി സംസ്ഥാനത്തെ ഒന്നാകെ നാണം കെടുത്തുന്ന ഇത്തരം നിലപാടുകൾ തിരുത്തപ്പെടേണ്ടതാണ്. വികസനം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അതൊരു കുടുംബത്തിന്റെയോ പാർട്ടിയുടെയോ മാത്രം സ്വത്തല്ല. അത് മനസ്സിലാക്കാൻ CPMന് കഴിയാതെ പോകുന്നത് അവരുടെ രാഷ്ട്രീയ പാപ്പരത്തമാണ് കാണിക്കുന്നത്. ദേശീയപാത 66ന്റെ പൂർത്തീകരണം കേരളത്തിന്റെ സാമ്പത്തിക ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ആ മാറ്റങ്ങളെ സ്വാഗതം ചെയ്യുന്നതിന് പകരം തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നത് എന്തിനാണ്? വികസനത്തിന് ഒരു നിറമേയുള്ളൂ, അത് ജനങ്ങളുടെ നന്മയാണ്. എന്നാൽ കേരളത്തിൽ വികസനത്തിന് രാഷ്ട്രീയ നിറം നൽകുന്നത് സർക്കാരിന്റെ സ്ഥിരം ശൈലിയായി മാറിയിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോടും പ്രധാനമന്ത്രിയോടും ഒപ്പം വേദി പങ്കിടാൻ മുഖ്യമന്ത്രി ഭയക്കുന്നത് എന്തിനാണ്? സ്വന്തം പരാജയങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുമെന്ന പേടി തന്നെയാണ് ഇതിന് കാരണം. കുടുംബത്തെ സംരക്ഷിക്കാൻ ഭരണഘടനയെയും ജനാധിപത്യ മര്യാദകളെയും പണയം വെക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ തണലിൽ മരുമകൻ റിയാസ് നടത്തുന്ന ഈ പ്രകടനങ്ങൾ ജനാധിപത്യത്തിന് കളങ്കമാണ്. കേരളത്തിലെ വോട്ടർമാർ എല്ലാം കാണുന്നുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ കുടുംബവാഴ്ചയ്ക്കും അഴിമതിക്കും വികസന വിരുദ്ധ നിലപാടിനുമെതിരെ ജനവിധി ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയം വേണ്ട.